ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സംഭവിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. പക്ഷെ പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ പതറിപ്പോകും. പ്രിയപ്പെട്ട ഒരു മകൻ മരണപ്പെട്ടു പോകുമ്പോൾ, തൻ്റെ ഉപജീവനമായിരുന്ന കച്ചവടം പെട്ടെന്നതൊരു ബിൽഡിംഗ് പൊളിക്കുകയാണ്, നിങ്ങളുടെ ഷോപ്പൊന്ന് മാറിത്തരണമെന്ന് പറയുമ്പോൾ, രോഗങ്ങളുമായി പ്രയാസപ്പെട്ട് ചെറിയ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് കിഡ്നി പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും മനസ്സ് പതറിപ്പോകുന്ന രംഗങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് അൽ മുഅ്മിനുൽ ഖവിയ്യു ഹൈറും വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനുൽ ളഈഫ്. ശക്തനായ സത്യവിശ്വാസിയെയാണ് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് ദുർബലനായ വിശ്വാസിയേക്കാൾ. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു വിശ്വാസിയേക്കാൾ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് മാനസികമായി ഉൾക്കരുത്തും മനോബലവുമുള്ള ഒരു വിശ്വാസിയാണ്. മാത്രമല്ല, റബ്ബ് നമ്മെ ഇഷ്ടപ്പെടും തോറും അവൻ്റെ പരീക്ഷണം നമ്മളിലേക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. തുടരെ തുടരെ അള്ളാഹുവിൽ നിന്ന് പരീക്ഷണമുണ്ട് എങ്കിൽ അള്ളാഹു നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി. സത്യവിശ്വാസിയാകട്ടെ സത്യവിശ്വാസിനിയാകട്ടെ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ഫി നഫ്സിഹി, അവൻ്റെ സ്വന്തം ശരീരത്തിലും, വ വലദിഹി, അവൻ്റെ മക്കളിലും, വ മാലിഹി, അവൻ്റെ സമ്പത്തിലും. പെട്ടെന്ന് അക്കൗണ്ടിൽ 10-30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു സീറോ ബാലൻസിലേക്ക് പോകുമ്പോൾ മനസ്സ് തളർന്നും ആശങ്കയിലുമാവുകയില്ല. ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഹതിയാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങളിലൂടെ അവനെ ശുദ്ധീകരിക്കലാണ്. റബ്ബ് നാം ഏവരെയും നന്മയിലേക്ക് ശുദ്ധീകരിക്കുന്ന ക്ഷമ അല്ലാഹു നമുക്കൊക്കെയും തന്ന് അനുഗ്രഹിക്കും.